Hi everyone, this is Sri Lakshmi from B International. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് സാലറി കമ്പാരിസൺ ഇൻ ഓസ്ട്രേലിയനെ പറ്റിയിട്ടാണ്. ഒരു ഇന്റർനാഷണൽ നഴ്സ് രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ അവിടെ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്, ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് കാര്യങ്ങളുണ്ടെന്നാണെങ്കിൽ കമൻസിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സിന് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ലെറ്റ്സ് ബി റിയൽ, നഴ്സിംഗ് ഒരു ഈസി ആയിട്ടുള്ള ജോലിയല്ല. ഷിഫ്റ്റും സ്ട്രെസ്സും ഓവർ ടൈമും അങ്ങനെ സാലറിയിൽ പോലും നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ല എന്നാണെങ്കിൽ നഴ്സിംഗ് നമുക്ക് ഭയങ്കര വിരസമായിട്ട് തോന്നുന്ന ഒരു ജോലിയാണ്. സോ നമ്മൾ മറ്റൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവിടെ സാലറിയും അത് മാത്രമല്ല മറ്റുള്ള ബെനിഫിറ്റ്സും കൂടി നമ്മൾ എന്തൊക്കെയാണ് നല്ലത് കിട്ടുമോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. സോ ഇൻ കേസ് ഓഫ് ഓസ്ട്രേലിയ ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്നതും നല്ല സ്കോപ്പിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കൺട്രിയുമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് കൺട്രി ഏത് പ്രൊവിൻസിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടത്. സോ നമുക്കൊരു സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് സാലറി കമ്പാരിസൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയർ നമ്മൾ രജിസ്ട്രേഷൻ എടുത്ത് ആയി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഇയർ നമുക്ക് ഓരോ കൺട്രിയിലും നമുക്ക് എങ്ങനെയാണ് സാലറി കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. വെൻ വി ഗെറ്റ് ടു ദ നമ്പേഴ്സ്, ഫസ്റ്റ് നമ്മൾ ക്വീൻസ്ലാൻഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ക്വീൻസ്ലാൻഡിൽ ഫസ്റ്റ് ഇയർ രജിസ്റ്റേർഡ് നഴ്സ് ഏൺ ചെയ്യുന്നത് $82,753 പെർ ഇയർ ആണ്. അതായത് നമ്മൾ ഇന്ത്യൻ മണി എന്ന് പറയുന്നത് 53,23,891 ഇന്ത്യൻ റുപ്പീസ് ആണ്. പെർ മന്ത് അവരുടെ സാലറി എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് $6,896 ആയിരിക്കും വരുന്നത്. ഇന്ത്യൻ മണി എന്ന് പറയുമ്പോഴേക്കും 4,43,652 റുപ്പീസ് ആണ് അക്കോർഡിംഗ് ടു ടുഡേയ്സ് ഡോളർ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്ചേഞ്ച് വാല്യൂ നോക്കുമ്പോഴേക്കും ഓരോ ദിവസവും വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഡോളർ വാല്യൂ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ക്വീൻസ്ലാൻഡിൽ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിന് ഇയർലി ഇത്രയും എമൗണ്ട് ആണ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്സിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ കേസ് നോക്കാം. $74,780 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് പെർ ഇയർ ഒരു ന്യൂ സൗത്ത് വെയിൽസിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സ് ഏൺ ചെയ്യുന്നത്. അതായത് ഓൾമോസ്റ്റ് $48,10,951 പെർ ഇയർ, ഓൾമോസ്റ്റ് 4 lakhs പെർ മന്ത് അവർ ഏൺ ചെയ്യുന്നുണ്ട്. വിക്ടോറിയയുടെ കേസ് നോക്കുവാണെങ്കിൽ $69,253 പെർ ഇയർ ആണ് അവർ ഏൺ ചെയ്യുന്നത്. അതായത് ഓൾമോസ്റ്റ് $44,55,373 റുപ്പീസ് പെർ ഇയർ ആൻഡ് പെർ മന്ത് 3,72,000 ഓൾമോസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ കേസ് നോക്കുവാണെങ്കിൽ $80,963 ആണ് പെർ ഇയർ അവർ ഏൺ ചെയ്യുന്നത്. അതായത് ഓൾമോസ്റ്റ് $52,08,732 റുപ്പീസ് പെർ ഇയറും മന്ത്ലി നോക്കുവാണെങ്കിൽ $4,35,000 റുപ്പീസ് അവർ മന്ത്ലിയും ഏൺ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കമ്പാരിസൺ ബേസിൽ തന്നെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ക്വീൻസ്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്. ഒരു വർഷം നമ്മൾ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ആ ഒരു 1 ഇയറിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 53 lakhsോളം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദിസ് ഇസ് ബിഫോർ ടാക്സ് ഓബ്വിയസ്ലി, ബട്ട് സ്റ്റിൽ നമുക്ക് അത്രയും നല്ലൊരു എമൗണ്ട് നമുക്ക് ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ നമ്പേഴ്സൊന്നും ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുക്കുന്നതല്ല. ഒരുപാട് നഴ്സസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടും ഒഫീഷ്യൽ ഗവൺമെൻറ് പബ്ലിഷ് ഡാറ്റ അനലൈസ് ചെയ്തിട്ടും ഒരു റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഡാറ്റ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ഗ്രൗണ്ട് റിയാലിറ്റി. ഈ 4 സ്റ്റേറ്റ്സിൻ്റെ കമ്പാരിസൺ നോക്കുമ്പോൾ തന്നെ ക്ലിയർലി ഇതിൽ വിന്നർ ക്വീൻസ്ലാൻഡ് ആണ്. ഏറ്റവും കൂടുതൽ സാലറി ഓഫർ ചെയ്യാൻ പറ്റുന്നത് ക്വീൻസ്ലാൻഡിലായിരിക്കും. എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്ക് അതുപോലെ തന്നെ സാലറിയും കൂടുതലായിരിക്കും. അതുകൂടാതെ തന്നെ എക്സ്ട്രാ ഷിഫ്റ്റ്, ഓവർ ടൈം, നൈറ്റ് ഷിഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് പെനാൽറ്റി റേറ്റ്സും കൂടുതലായിട്ട് തന്നെയായിരിക്കും കിട്ടുക. സോ കമ്പാരിറ്റീവ്ലി നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നത് ക്വീൻസ്ലാൻഡിലായിരിക്കും. ഇനി സാലറി മാറ്റി നിർത്തി ബാക്കിയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ക്വീൻസ്ലാൻഡ് എന്തൊക്കെ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സാലറി ഈസ് ഓൾവേസ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ്, ബട്ട് അത് കൂടാതെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ കൂടെ ക്വീൻസ്ലാൻഡ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, സാലറി ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് അത് കൂടാതെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ആ പ്രൊവിൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്കൊരു ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആ പ്രൊവിൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് സിനാരിയോ വർക്ക് ലൈഫ് ബാലൻസ് ആണ്. ക്വീൻസ്ലാൻഡ് ഇസ് ഫേമസ് ഫോർ ദ ലേഡ് ബാക്ക് കൾച്ചർ. കമ്മ്യൂണൽ ലിവിങ്ങിൻ്റെ കേസ് ആണെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൻ്റെ കേസ് ആണെങ്കിലും ക്വീൻസ്ലാൻഡ് വളരെ ലേഡ് ബാക്ക് ആയിട്ടുള്ള ഒരു പ്രൊവിൻസ് ആണ്. കോസ്റ്റ് ഓഫ് ലിവിങ്ങും നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസും എല്ലാം നമുക്കിവിടെ നല്ല ഫ്ലെക്സിബിൾ രീതിയിൽ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് പൊതുവെ പല നഴ്സസും പറയാറുള്ളത്. ആൻഡ് ഓൾസോ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹോസ്പിറ്റൽസിൽ നമുക്ക് കുറച്ചൊരു ജോബ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈസി ആയിരിക്കും. കോസ്റ്റൽ ഏരിയാസിൽ, റൂറൽ കോസ്റ്റൽ ഏരിയാസിലൊക്കെ നമ്മൾ ജോലി നോക്കുവാണെങ്കിൽ സാലറി നമുക്ക് കുറച്ച് അധികം തന്നെ കിട്ടും. ഇപ്പോൾ കോസ്റ്റൽ ഏരിയാസിലൊക്കെ നമ്മൾ ജോലി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ ഏരിയയിൽ നമ്മൾ ജോലി നോക്കുന്നതിനേക്കാൾ
കഴിഞ്ഞാൽ പ്രഷറും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ വർക്ക് ലൈഫ് ബാലൻസും നമുക്ക് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് നോക്കുവാണെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് നോക്കാം. കോസ്റ്റ് ഓഫ് ലിവിങ് ഇത് വലിയൊരു പ്ലസ് ആണ്. സിഡ്നി, മെൽബൺ പോലത്തെ സിറ്റീസൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ക്വീൻസ്ലാൻഡിൽ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണ്. നമുക്ക് റെൻറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനാണെങ്കിലും ഇമ്മീഡിയറ്റ്ലി അല്ല, ചെന്നൊരു 1 year ഒക്കെ കഴിയുമ്പോഴേക്കും പൊതുവേ ഓസ്ട്രേലിയയിലെ ആൾക്കാർ പെർമനൻറ്റ് റെസിഡൻസ് ഒക്കെ ഓപ്റ്റ് ചെയ്ത് അവിടെ പെർമനൻ്റ്ലി സെറ്റിൽ ആവാനായിട്ട് നോക്കാറുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി വീട് വാങ്ങിക്കാനൊക്കെ ആണെങ്കിലും മേജർ ഏരിയാസ് വെച്ച് നോക്കുമ്പോഴേക്കും ക്വീൻസ്ലാൻഡിൽ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ്സ് എടുക്കുകയോ ഓവർ ടൈം വർക്ക് ചെയ്യുകയോ അങ്ങനെ ബൈ ചോയ്സ് ചെയ്യുന്നതല്ലാതെ വി ആർ നോട്ട് ഫോഴ്സ് ടു ഡു ദാറ്റ്. നമുക്ക് ലിവിങ് കോസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുന്നു എന്നൊരു കണ്ടീഷനിലേക്ക് നമുക്ക് പോകേണ്ട വരത്തില്ല. നമുക്ക് ബൈ ചോയ്സ് എടുക്കുകയാണെങ്കിൽ ചെയ്യാം, അതല്ലാതെ വി ആർ നോട്ട് ഫോഴ്സ് ടു ഡു ദാറ്റ്. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് കുറച്ചുകൂടെ വർക്ക് ലൈഫ് ബാലൻസ് ആണെങ്കിലും നമുക്ക് ഫാമിലിയോട് കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ ബിഗ്ഗസ്റ്റ് പെർക്ക് എന്ന് പറയുന്നത് 300+ days ഓഫ് സമ്മർ ആണ്. നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് നിന്ന് ഓസ്ട്രേലിയ പോലൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുമ്പോഴേക്കും അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ കോമൺലി കൺസേൺസ് ഉണ്ടാകും. കാരണം വിൻ്ററൊക്കെ ഹാർഷർ ടൈമിലൊക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ, ഇതുപോലെ ചൂടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും അത്രയും തണുപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നൊക്കെ പൊതുവെ കൺസേൺസ് ഉണ്ടാവാം. ബട്ട് ഇൻ കേസ് ഓഫ് ക്വീൻസ്ലാൻഡ് ഈ പ്രൊവിൻസിൽ 300+ days ഓഫ് സമ്മർ നമുക്ക് കിട്ടുന്നതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ വാമർ ക്ലൈമറ്റ്. ബാക്കി 60 days ആയിരിക്കും വിൻ്റർ ഉണ്ടാവുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ഇയർ വി വിൽ ബി വെരി വാം. ഓൾസോ വാമർ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരില്ല. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, സൈക്ലിംഗ്, സ്വിമ്മിങ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് നമ്മൾ നമ്മുടെ കൺട്രിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ ആ കൺട്രിയിൽ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. വേറെ കാര്യങ്ങളൊന്നും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടും വരത്തില്ല. സോ ഇതാണ് ഫൈനൽ വേർഡിക്റ്റ്. സാലറി ബേസിലാണെങ്കിലും കോസ്റ്റ് ഓഫ് ലിവിങ്ങിലാണെങ്കിലും വർക്ക് ലൈഫ് ബാലൻസിലാണെങ്കിലും ക്ലൈമറ്റോറിയൽ കണ്ടീഷൻസ് വെച്ച് നോക്കുവാണെങ്കിലും ഓസ്ട്രേലിയയിൽ ഒരു പെർഫെക്റ്റ് സിറ്റി ഒരു ഇൻ്റർനാഷണൽ ഇമിഗ്രൻറ്റിന് വന്ന് ജോലി ചെയ്യാനും അവിടെ പെർമനൻ്റായി സെറ്റിൽ ആവാനുമായിട്ട് നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി ഫോർ നഴ്സസ് നമുക്ക് നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത് ക്വീൻസ്ലാൻഡ് തന്നെയാണ്. സാലറി ബേസ്ഡ് ഡാറ്റാസ് കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെന്നാണെങ്കിൽ ഇത് കമൻസിൽ കൊടുത്താൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എല്ലാ കൗൺസിലിംഗ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ കൗൺസിലേഴ്സ് ക്യാൻ ഹെൽപ്പ് യു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.